ഭൂമി കറങ്ങുന്നത് നിന്നാൽ എന്ത് സംഭവിക്കും? വെറുമൊരു ഭാവനയായി തോന്നാമെങ്കിലും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണ്. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ ഏകദേശം 1670 കിലോമീറ്റർ വേഗതയിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ കസേര പോലും ഈ അതിവേഗത്തിൽ കറങ്ങുന്നുണ്ട്. നമ്മൾ ഇത് അറിയുന്നില്ല, കാരണം ഭൂമിയോടൊപ്പം നമ്മളും അതിവേഗത്തിൽ കറങ്ങുകയാണ്. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ഈ കറക്കം പെട്ടെന്ന് നിന്നാൽ എന്തായിരിക്കും സ്ഥിതി? സെക്കൻഡുകൾക്കുള്ളിൽ സംഭവിക്കുന്നത്. ഭൂമി പെട്ടെന്ന് കറങ്ങുന്നത് നിർത്തിയാൽ നമ്മുടെ ചുറ്റുമുള്ള എല്ലാം, കെട്ടിടങ്ങൾ, മരങ്ങൾ, വാഹനങ്ങൾ, മനുഷ്യർ കിഴക്കോട്ടേക്ക് അതിവേഗം തെറിച്ചുപോകും. മണിക്കൂറിൽ 1670 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ ഉള്ള അവസ്ഥ ഒന്നാലോചിച്ചു നോക്കൂ. അതിന്റെ എത്രയോ മടങ്ങ് ശക്തിയായിരിക്കും ഇത്. ഭൂമിയിലെ ജീവജാലങ്ങളിൽ ഭൂരിഭാഗവും ഈ ആഘാതത്തിൽ തന്നെ ഇല്ലാതാകും. കെട്ടിടങ്ങളും പാലങ്ങളും തകർന്നടിയും എല്ലാം തരിപ്പണമാകും. സമുദ്രങ്ങൾ ഉഗ്രരൂപം പ്രാപിക്കുന്നു. കരയിലുള്ളവ തെറിച്ചു പോകുന്നതിനൊപ്പം സമുദ്രജലവും കിഴക്കോട്ടേക്ക് കുതിച്ചുയരും. അതിശക്തമായ സുനാമിത്തിരകൾ കരയിലേക്ക് ആഞ്ഞടിക്കും. ഈ തിരമാലകൾ ആയിരക്കണക്കിന് അടി ഉയരത്തിലുയർന്ന് വൻകരകളെയാകെ മുക്കിക്കളയും. ഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാകും. കാറ്റിന്റെ സംഹാര താണ്ഡവം. ഇതുകൊണ്ടും തീരുന്നില്ല ദുരന്തങ്ങൾ. ഭൂമി കറങ്ങുന്നത് നിർത്തുമ്പോൾ അന്തരീക്ഷം അതിന്റെ മുൻപത്തെ വേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കും. ഇത് മണിക്കൂറിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ വേഗതയിൽ വീശുന്ന അതിശക്തമായ കാറ്റായി മാറും. ഈ കാറ്റ് പാറകളെയും മണ്ണും പൊടിയുമെല്ലാം അന്തരീക്ഷത്തിലേക്ക് ഉയർത്തി ഒരു ഭീകരമായ മണൽക്കാറ്റായി മാറും. ഈ കാറ്റിന്റെ ശക്തിയിൽ അവശേഷിക്കുന്ന കെട്ടിടങ്ങളും പ്രകൃതിയും പൂർണ്ണമായും നശിക്കും. കാലാവസ്ഥയുടെയും ഭ്രമണപഥത്തിന്റെയും മാറ്റങ്ങൾ. ഭൂമി കറങ്ങുന്നത് നിന്നാൽ അതിന്റെ ആകൃതിയിൽ തന്നെ മാറ്റങ്ങൾ വരും. ഇപ്പോൾ ഭൂമിക്ക് ധ്രുവങ്ങളിൽ അല്പം പരന്നതും മധ്യരേഖാ പ്രദേശത്ത് വീർത്തതുമായ ഒരു രൂപമാണുള്ളത്. കറക്കം നിന്നാൽ ഭൂമി കൂടുതൽ ഗോളാകൃതിയിലേക്ക് മാറും. ഇത് വൻകരകളുടെ സ്ഥാനങ്ങളെയും സമുദ്രനിരപ്പിനെയും വീണ്ടും ബാധിക്കും. കൂടാതെ ഭൂമിയുടെ ഒരു ഭാഗം സൂര്യന് അഭിമുഖമായും മറുഭാഗം പൂർണ്ണമായും ഇരുട്ടിലുമായിരിക്കും. ഒരു ഭാഗത്ത് കൊടും ചൂടും മറുഭാഗത്ത് അതിശൈത്യവും അനുഭവപ്പെടും. ഇതോടെ നിലവിലുള്ള കാലാവസ്ഥാ വ്യവസ്ഥകൾ പൂർണ്ണമായും തകരും. ഭൂമിയുടെ കാന്തിക ക്ഷേത്രം ദുർബലമാവുകയോ അപ്രത്യക്ഷമാവുകയോ ചെയ്യാം. ഇത് സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ വികിരണങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്ന കവചമില്ലാതാകുന്നതിന് തുല്യമാണ്. ചുരുക്കത്തിൽ, ഭൂമി കറങ്ങുന്നത് നിന്നാൽ അതൊരു സമ്പൂർണമായ ഭയാനകമായ ദുരന്തമായിരിക്കും. മനുഷ്യരാശിയോ മറ്റ് ജീവജാലങ്ങളോ ഈ സാഹചര്യത്തിൽ അതിജീവിക്കാൻ സാധ്യതയില്ല. ഭൂമിയുടെ കറക്കം എന്നത് നമ്മുടെ നിലനിൽപ്പിന് എത്രത്തോളം നിർണായകമാണെന്ന് ഈ സങ്കല്പം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ സുന്ദരമായ ഗ്രഹത്തെയും അതിന്റെ ഓരോ ചലനങ്ങളെയും നമുക്ക് വിലമതിക്കാം. പ്രപഞ്ചത്തിലെ ഈ അത്ഭുതകരമായ താളക്രമം നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് സുരക്ഷിതമായി ഇവിടെ ജീവിക്കാൻ സാധിക്കും. ഈ വിഷയം നിങ്ങൾക്ക് പുതിയ ചിന്തകൾ നൽകി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത തവണ മറ്റൊരു വിഷയവുമായി കാണാം.